ദിവികാരുണ്യ ഈശോയിൽ ഏറെ സ്നേഹബഹുമാനപ്പെട്ടവരെ, ആദ്യമായി തന്നെ വിവാഹമെന്ന കൂദാശയാൽ ഒന്നായിത്തീരുന്ന ജിയോയ്ക്കും ശാലുവിനും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ വൈദികരുടെ പേരിലും ബന്ധുമിത്രാദികളുടെയും ഇടവക ജനത്തിൻ്റെയും നാട്ടുകാരുടെ എല്ലാ പേരിലുള്ള പ്രാർത്ഥനാശംസകൾ ഏറെ സ്നേഹപൂർവ്വം നേരുന്നു. പൊതുവെ നമ്മളൊരു സ്റ്റേജിൽ പരിപാടി അവതരിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് പ്രസംഗം പറയുമ്പോൾ, അല്ലെങ്കിൽ പള്ളി പ്രസംഗമൊക്കെ ആണെങ്കിൽ എന്ന് പറയുമ്പോൾ, ആ പറയുന്ന ആൾക്കാണ് ഒരു ടെൻഷൻ ഉള്ളത്. എന്തു പറയും, എങ്ങനെ പറയും, ആൾക്കാർക്ക് ഇഷ്ടമാകുമോ എന്നൊക്കെ ഒരു ടെൻഷൻ കാണും. കേൾക്കുന്നവർക്ക് അത് കേട്ടോണ്ടിരുന്നാൽ മതി, പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഇന്ന് പറയുന്ന ആൾക്കും ടെൻഷനുണ്ട്, കേട്ടുകൊണ്ടിരിക്കുന്ന ജിയോയ്ക്ക് ഒരു ടെൻഷനുണ്ട്. ഈ അച്ഛൻ എന്നായിരിക്കും എന്നെ പറ്റി പറയാൻ പോകുന്നത്. കാരണം 1.5 വർഷം മുൻപാണ് ഞാൻ ജിയോയെ പരിചയപ്പെടുന്നത്. ഇവിടെ അടുത്തുള്ളൊരു തൊട്ടടുത്ത ഗ്രാമമായ നമ്മുടെ വെള്ളിയാമറ്റം ദേശത്ത് നിന്ന് ഞാൻ ഡീക്കനായിരുന്നു, പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ ഒരു 4 മാസത്തേക്ക് ശുശ്രൂഷ ചെയ്യാനായി കടന്നു വരുമ്പോൾ വികാരീച്ചനെയും കൈക്കാരന്മാർക്കും ശേഷം രാത്രിയിൽ ദൈവം ആരെയും പരിചയമില്ലല്ലോ എന്ന ആദ്യത്തെ ആ രാത്രിയിൽ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പരിചിതനായി കടന്നു വന്ന പ്രിയപ്പെട്ട ജിയോ അന്നു മുതൽ ഇന്ന് വരെ ഒരു സുഹൃത്തിനെ പോലെയും ഒരു അനിയനെ പോലെയും ഒരു കുടുംബക്കാരനെ പോലെയും ഒക്കെ എൻ്റെ ജീവിതത്തിൽ ഉണ്ട്. ജിയോ പോലെ തന്നെ ഒരുപാട് പേരുണ്ട്, പലരും പള്ളിയുടെ പരിസരങ്ങളിലൊക്കെ ആയിട്ടുണ്ട്. ഇത് എന്താണ് ഞാൻ പറയുന്നതെന്ന് കേൾക്കാനായിട്ടിരിപ്പുണ്ട്. അന്നു മുതൽ ഇന്ന് വരെ ജിയോ സുപരിചിതനാണ്, ഒരു സഹോദരനാണ്. എനിക്ക് ജിയോയുടെ കുടുംബത്തോടും ജിയോയ്ക്ക് എൻ്റെ കുടുംബത്തോടും നല്ല അടുത്ത ബന്ധത്തിലൊക്കെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ജിയോയും ഷാലുവും ഇന്നൊരു പുതിയ ജീവിതം ആരംഭിക്കുമ്പോൾ ആ തിരുക്കർമ്മങ്ങൾക്ക് സാക്ഷിയാകുവാൻ, അല്ലെങ്കിൽ അവരുടെ ഒപ്പം സന്തോഷത്തിൽ പങ്കുചേരുവാൻ എനിക്കും ഒരുപാട് സന്തോഷമുണ്ട്. ഷാലുവും അതോർത്ത് വിഷമിക്കേണ്ട. ഷാലുവിനെ പരിചയമില്ലാത്ത ഒരാളല്ല ഞാൻ. കാരണം മറ്റൊരു വിധത്തിൽ ഞാനും ഷാലുവുമായിട്ട് കണക്റ്റഡാണ്. കാരണം ഞാൻ എന്ന് വെള്ളിയാമറ്റത്ത് ഡീക്കൻ മിനിസ്ട്രി ആരംഭിച്ചോ അന്ന് കിഴതടിയൂർ പള്ളിയിൽ ഡീക്കൻ മിനിസ്ട്രി ആരംഭിച്ച ബഹുമാനപ്പെട്ട ജോഷി MCBS അച്ഛൻ എൻ്റെ ബാച്ചുകാരനാണ്, എൻ്റെ ആത്മസുഹൃത്താണ്. അച്ഛനും ഷാലുവിനോടൊപ്പം അതേ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കാനും കാര്യങ്ങൾക്കൊക്കെ ആക്റ്റീവായിട്ടുണ്ടായിരുന്നു. ഷാലു ജോഷി അച്ഛനെയും വിവാഹം വിളിച്ചിരുന്നു. ജോഷി അച്ഛൻ ഇന്ന് മഹാരാഷ്ട്രയിൽ രാജസ്ഥാനിലായിരുന്നത് കൊണ്ടാണ് വരാൻ പറ്റുന്നത്. അപ്പോൾ ജോഷി അച്ഛന് വേണ്ടിയും കൂടിയാണ് ജോഷി അച്ഛൻ്റെ ആശംസകൾ അറിയിക്കുന്നു, സാന്നിധ്യം അറിയിക്കുന്നു. അപ്പോൾ രണ്ടുപേരുടെയും പ്രതിനിധിയായിട്ടാണ് ഞാൻ നിങ്ങളായിരിക്കുന്നത്. ആദ്യം തന്നെ ഞാൻ നിങ്ങളോട്, പ്രത്യേകിച്ച് ജിയോയോടും ഷാലുവിനോടും ഒന്ന് ചോദിക്കട്ടെ, ഏതാണ് യഥാർത്ഥത്തിൽ എളുപ്പം? അച്ഛനായിട്ട്, അതായത് പള്ളിയിൽ അച്ഛനായിട്ടൊരു പ്രീസ്റ്റായിട്ട് ജീവിക്കുന്നതാണോ, ഒരു കുടുംബ ജീവിതമാണോ എളുപ്പം എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇത്രയും പറയണ്ട, പേടിക്കേണ്ട, നിങ്ങൾ പറയണ്ട. നിങ്ങളെല്ലാവരും ഒന്ന് ചിന്തിച്ച് നോക്കി, ഒരു അച്ഛനായിട്ട് ജീവിക്കുന്നതാണോ എളുപ്പം, അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ ഒരു ഭാര്യയിൽ ഒരു ഭർത്താവായി ജീവിക്കുന്നതാണോ എളുപ്പം? അപ്പം നിങ്ങൾ ചോദിക്കുക, എന്തിന് ഞാൻ അങ്ങനെ ഉത്തരം പറയും? നിങ്ങളെല്ലാവരും അച്ഛന്മാരല്ല, ഞാൻ കുടുംബത്തിലെ ഭാര്യയല്ല, ഒരു ഭർത്താവല്ല. അപ്പോൾ പലരും തെറ്റിദ്ധരിക്കുക, അല്ലെങ്കിൽ പലരും ചിന്തിച്ചിരിക്കുന്നത് അച്ഛനായിട്ട് ജീവിക്കുന്നതാണ് ഇച്ചിരി പാടെന്നാണ്. അത് നമ്മളെല്ലാവരും അച്ഛനായിട്ട് ജീവിക്കുന്നത് എന്ത് പാടാണെന്നൊക്കെ എല്ലാവർക്കും അറിയാം. തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനെ കരുതുന്നവരുണ്ട്. എന്നാൽ എനിക്ക് തോന്നുന്നു അച്ഛനായിട്ട് ജീവിക്കുന്നതിനേക്കാൾ പാട് ഒരുപക്ഷെ ഒരു കുടുംബത്തിൽ ഒരു ഭാര്യയായി ഒരു ഭർത്താവായി ജീവിക്കുന്നതാണ് പാട്, അല്ലെങ്കിൽ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ കഷ്ടപ്പാടെന്ന് തോന്നുന്നു. കാരണം ഇത്രയേ ഉള്ളൂ, ഞങ്ങളിൽ അച്ഛനാകുന്നവർ അല്ലെങ്കിൽ പൗരോഹിത്യ ജീവിതത്തിലേക്ക് കിടക്കുന്നവർ ഒറ്റയടിക്ക് അങ്ങ് ഇന്നൊരു കുടുംബത്തിൽ നാളെ അച്ഛനായിട്ട് ജീവിക്കാനില്ല. പലർക്കും 10-12 വർഷത്തെ പൗരോഹിത്യത്തിൻ്റെ ഫോർമേഷനും പരിശീലനവും പഠനവും ഒക്കെ ജീവിച്ച് ഈ പരിപാടി എങ്ങനെയാണെന്ന് അറ്റ്ലീസ്റ്റ് ഒരു തിരിച്ചറിവ് കിട്ടിയിട്ട് നീ ഓക്കെ ആണെങ്കിൽ അച്ഛനായ മതിയെന്നാണ് സഭ നമ്മളോട് പറയുന്നത്. നമ്മളോട് അധികാരികൾ അങ്ങനെയാണ് കത്തോലിക്ക സഭയിൽ. ഒറ്റയടിക്ക് ആരെയും അച്ഛനാകുന്നില്ല. 10-12 വർഷത്തെ പരിശീലനത്തിൽ എങ്ങനെയൊക്കെ ആയിരിക്കും, അങ്ങനെ ഒരു മുന്നാസ്വാദനമുള്ളൂ. ആർക്കും അച്ഛനായിട്ട് ജീവിക്കാൻ പറ്റില്ല, അച്ഛനായിട്ട് തന്നെ ജീവിക്കണം. ഇങ്ങനെയൊക്കെ ആയിരിക്കും ജീവിതം എന്നൊരു ഒരുക്കം പൗരോഹിത്യത്തിൽ അല്ലെങ്കിൽ അച്ഛന്മാർക്ക് കിട്ടുന്നുണ്ട്. എന്നാൽ നിങ്ങൾ കുടുംബത്തിൽ എത്ര പേരുണ്ട്? ഇവിടെ ഇരിക്കുന്ന ഒത്തിരി പേര് ഭാരതീയത്താക്കാൻ നിങ്ങളൊരു 12 വർഷം പഠിച്ചവർ ഇങ്ങനെയൊക്കെ ആയിരിക്കും ഭാര്യ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഭർത്താവായിരിക്കും എന്ന് പഠിച്ച് എത്ര പേര് കാണും? ആരുമില്ല. കൂടിപ്പോയാൽ രൂപത നമുക്ക് വേണ്ടി ഒരുക്കുന്ന ഒരു 3 ദിവസത്തെ വിവാഹ ഒരുക്ക സെമിനാർ കാണും. അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടാണ് ഒരുപാട് പേര് ശ്രമിക്കുന്നത്. കാരണം അതിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, അങ്ങനെ നോക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് അല്ലെങ്കിൽ പുരോഹിതർക്കൊന്ന് ഒരുങ്ങി അല്ലെങ്കിൽ എന്താണെന്ന് മനസ്സിലാക്കി ഈ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എനിക്ക് തോന്നുന്നില്ല ഒരു കുടുംബത്തിലും അങ്ങനെ അത്രയും ഒരുക്കമില്ല. അപ്പോൾ ഏതാണ് പാട്? തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ജീവിക്കാൻ പാട് ഒരു കുടുംബജീവിതത്തിലേതാണെന്നാണ് എനിക്ക് തോന്നുന്നത്, എനിക്ക് വിശ്വസിക്കുന്നത്. കാരണം ജിയോ, ഷാലു മറ്റൊന്നുമല്ല. ഇന്നലെ വരെ നിങ്ങൾ ജീവിച്ച, അല്ലെങ്കിൽ ഇന്ന് രാവിലെ ഈ ദേവാലയത്തിൽ വരെ ജീവിച്ച സാഹചര്യമല്ല ഇന്ന് നിങ്ങൾ ഈ ദേവാലയത്തിൽ നിന്ന് ഈ കുർബാന കഴിഞ്ഞ് കുദാശ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മറ്റൊരു ജീവിതം നിങ്ങളൊരു പക്ഷേ മനസ്സിലാക്കിയിട്ടില്ലാത്ത, അല്ലെ മനസ്സിലാക്കിയെന്ന് നമ്മൾ കരുതുന്ന, ഞാൻ ഓക്കെ ആണെന്ന് നിങ്ങൾ കരുതുന്ന ജീവിതത്തിൻ്റെ മറ്റൊരു തലത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുകയാണ്. അതോടെ നിങ്ങൾ ഭയപ്പെടേണ്ട. കാരണം നിങ്ങൾ ഒരുപാട് ഉദാഹരണങ്ങൾ എഴുതുക. നിങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ 2 വീട്ടിൽ നിന്നാണ്, 2 വഴിയിലൂടെ 2 വണ്ടിയിലാണ് വന്നത്. എന്നാൽ നിങ്ങൾ ഇന്ന് തിരിച്ചു പോകുന്നത് ഒരു വണ്ടിയിൽ, ഓക്കെ കൂടെ ഉള്ളവരൊക്കെ കാണും, എന്നാലും ഒരു വണ്ടിയിൽ നിങ്ങൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്ത് ഷാലുവിനെ സംബന്ധിച്ച് പുതിയൊരു ജീവിത സാഹചര്യത്തിലേക്ക് കടന്നു വരികയാണ്. പുതിയ അപ്പൻ, പുതിയ അമ്മ, പുതിയ സഹോദരങ്ങൾ, പുതിയ അയൽക്കാർ,
അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അത് എത്ര ബുദ്ധിമുട്ട്. കാരണം അത്രയും വർഷം മറ്റൊരു ജീവിത സാഹചര്യം, മറ്റൊരു ക്ലൈമറ്റിൽ, മറ്റൊരു അന്തരീക്ഷത്തിൽ, മറ്റൊരു ജീവിച്ച ഒരാൾ ഇന്ന് മുതൽ പുതിയൊരു ജീവിത സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ ഒരു ഭാര്യയെ സംബന്ധിച്ച് അത് എത്രത്തോളം പുതുമയാണ്, എത്രത്തോളം കഷ്ടപ്പാട് അതിലുണ്ട്. നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? അതുപോലെ തന്നെ പുരുഷനും എല്ലാ വിധത്തിലും ഓർക്കുക. ഇന്ന് മുതൽ ഒറ്റയ്ക്ക്, അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ചിരുന്ന ഒരാൾ, നിങ്ങൾ രണ്ടുപേരും ഒറ്റയ്ക്ക് ജീവിച്ചിരുന്ന ആൾ ഇന്ന് മുതൽ പുതിയൊരു ജീവിതം നയിക്കുമ്പോൾ ഒരുപാട് ഉദാഹരണങ്ങൾ എടുക്കാം. കാരണം ഇന്നലെ വരെ ഒറ്റയ്ക്ക് ജീവയെ സംബന്ധിച്ച് ഓക്കെ, അപ്പനെയും അമ്മയുടെയും ശേഷം ഒറ്റയ്ക്ക് യാത്ര, ഒറ്റയ്ക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് പോകാം, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം, ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം, അല്ലെങ്കിൽ കൂട്ടുകാരൊത്തിച്ച് തീരുമാനങ്ങൾ ഒറ്റയ്ക്ക് എടുക്കുന്ന ഒരു ജീവിതമായിരുന്നു രണ്ടുപേർക്കും. എന്നാൽ ഇന്നു മുതൽ നിങ്ങൾക്ക് അങ്ങനെയല്ല. ജിയോ എപ്പോഴും ശാലുവിനോയും കൂടെ കരുതി വേണം ജിയോയുടെ ജീവിതത്തിൽ ഏത് തീരുമാനം എടുക്കാൻ. എന്നിട്ടൊന്ന് മുടി വെട്ടുമ്പോൾ പോലും ശാലുവിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ മുടി വെട്ടുന്നിടത്താണ്. അങ്ങനെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ശാലുവ് പോലും ഒരു ഉടുപ്പെടുക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുമ്പോഴോ ഇവിടെ ആരും കയറി ഇറങ്ങി നിൽക്കുന്നില്ല. അതാണ് ഈ സമൂഹത്തിൻ്റെ പ്രശ്നം. പലരും കരുതുന്നത് പുരുഷനാണ് കൂടുതലെന്നും സ്ത്രീയാണ് താഴ്ന്നതെന്നും, സ്ത്രീ എന്നും അനുമാനിച്ചു. അതല്ല, നിങ്ങൾ ഒന്നിച്ച് ഒരു കലപ്പയിൽ ഒന്നിച്ച് തുഴയുമ്പോഴാണ് ഈ ജീവിതമാകുന്ന തോണി ഇങ്ങനെ ഒരു സൈഡിലേക്ക് ഒന്നിച്ച് ദൈവത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ മുതൽ ജിയോയ്ക്ക് കാഞ്ഞാറിപ്പോയി ഒരു അൽഫാം മേടിക്കുന്ന ഒരു ക്വാർട്ടർ മേടിച്ച് കഴിച്ചാൽ മതി. ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ തെറ്റിയിരിക്കരുത്, ആ ക്വാർട്ടറല്ല, ഈ ചിക്കന് പറയുന്ന പിള്ളേർ പറയുന്ന പേരാണ് ക്വാർട്ടർ. പക്ഷേ ഇനി മുതൽ ഒരു ഹാഫ് മേടിക്കണം. കാരണം ഒറ്റയ്ക്കല്ല ജീവിക്കാൻ പോകുന്നത്. എന്നും ജിയോ ഇനി കരുതേണ്ടത്, ഇത്രയും നാളും അപ്പനെയും അമ്മയൊക്കെ കരുതി ജീവിച്ചു, ഇനി മുതൽ ജീവിതത്തിൽ എന്നും മരണം വരെ കരുതേണ്ടത് ഒരാളാണ് ഷാലു. ആ ഷാലുവുമായിട്ട് ഒന്നിച്ചുള്ളൊരു ജീവിതമാണ് ജിയോ ഇന്ന് ആരംഭിക്കുന്നത്. ഷാലു തിരിച്ചിങ്ങനെ തന്നെ ഇത്രയും കാലം അപ്പനെ നോക്കണമായിരുന്നു, ആങ്ങളമാരെ സഹോദരങ്ങളെ നോക്കണം, അവരെല്ലാം ഇനി എന്ത് വേണമെന്ന് പറഞ്ഞാൽ, ജിയോ വേണമെന്ന് പറഞ്ഞാൽ ധൈര്യത്തോട് ചെയ്തു. അതനുസരിച്ച് ജിയോ പറയുകയും വേണം. അപ്പോൾ അങ്ങനെ ഒരു പുതിയ ജീവിത സാഹചര്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങൾ ആരും അതോർത്ത് ആകുലപ്പെടേണ്ട, വിഷമിക്കണം. കാരണം ഇന്നലെ വരെ ഞാനൊരു ജീവിക്കാത്തൊരു ജീവിതത്തിലേക്കാണല്ലോ ഇന്ന് പ്രവേശിക്കുക എന്ന് പറയുമ്പോൾ, കാരണം മനുഷ്യനെ സംബന്ധിച്ച് അവൻ എത്ര ഗ്രൂപ്പിലാണെന്ന് പറഞ്ഞാലും അവൻ എപ്പോഴും സെൽഫിഷാണ്. കാരണം ഞാൻ എപ്പോഴും എൻ്റെ സന്തോഷങ്ങളും എൻ്റെ ആഗ്രഹങ്ങളും എൻ്റെ ഇഷ്ടങ്ങളൊക്കെ നോക്കി ജീവിക്കുന്ന ഒരു സൃഷ്ടിയാണ് മനുഷ്യൻ. ആ മനുഷ്യനാണ് ദൈവം നീ ഇനി മുതൽ രണ്ടാകണ്ടാവുകയെ ഒന്നായിട്ട് ജീവിക്കണമെന്ന് പറഞ്ഞാൽ ഇനി മുതൽ അവനവൻ്റെ ഇഷ്ടങ്ങൾ കുറേയൊക്കെ മാറ്റിവെച്ച് അവനവൻ്റെ താല്പര്യങ്ങൾ കുറേയൊക്കെ മാറ്റിവെച്ച് ഒന്നിച്ച് ജീവിക്കുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ഈ പറയാൻ കുറേയൊക്കെ എളുപ്പമാണ്, കേട്ടിരിക്കാൻ കുറേയൊക്കെ എളുപ്പം. ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ മാതാപിതാക്കളോടോ വിവാഹം എന്ന കൂതാശ കഴിഞ്ഞ് അല്ലെങ്കിൽ കുടുംബജീവിതം നയിക്കുന്നവരോട് ചോദിച്ചാൽ മതി, എന്ത് കഷ്ടപ്പാടാണ് മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് എൻ്റെ ഇഷ്ടങ്ങൾ മാറ്റിവെച്ച്, അല്ലെങ്കിൽ മറ്റൊരാളുടെ ഇഷ്ടങ്ങളെ സംബന്ധിച്ച് ഞാൻ ജീവിക്കുക എന്ന് പറയുമ്പോൾ ഒരു ഭാര്യയും ഭർത്താവും അവരെടുക്കുന്ന ഒരു സാക്രിഫൈസ് ഉണ്ടല്ലോ, അതാണ് ഈ കുടുംബജീവിതത്തിൻ്റെ കുടുംബം എന്ന കുദാശയുടെ ഒരു പ്രത്യേകത. അപ്പോൾ ഇത് കേൾക്കുന്നവർക്ക് ടെൻഷൻ അടിക്കില്ല, ദൈവമേ ഇന്നലെ മുതൽ എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കും, എങ്ങനെയെങ്കിലുമൊക്കെ നടന്നോ ഇല്ല എന്ന് മറ്റൊരാളെ നിങ്ങൾ ടെൻഷൻ അടിക്കണം. കാരണം നിങ്ങൾക്ക് അങ്ങനെ ജീവിക്കാനുള്ളൊരു കൃപ ഇന്ന് ഈ ബലിവേദിയിൽ നിന്ന്, ഈ കുദാശയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും. നിങ്ങളൊരു താലി അങ്ങോട്ട് അണിയുന്നെങ്കിലും കുറച്ച് ആനാമ്പുള്ള വെള്ളം തലയിൽ വീഴുന്നില്ല, ഇതൊക്കെ പ്രതീകാത്മകമാണ്. മറിച്ച് സ്വർഗത്തിൽ നിന്ന് ദൈവം നിങ്ങളെ ഒന്നായി തീരാൻ ആഗ്രഹിക്കുന്നു. ജിയോയ്ക്കനുസരിച്ച് ഷാലുവിന് മാറാനും ഷാലുവിനനുസരിച്ച് ജിയോയ്ക്ക് മാറാനും മറ്റെല്ലാവരുടെയും അനുസരിച്ച് മാറാതെ നിങ്ങൾ ഒന്നിച്ച് ജീവിക്കാനുള്ള കൃപ നിങ്ങൾക്ക് ഈ ദേവാലയത്തിൽ നിന്ന്, ഈ കുദാശയിൽ നിന്ന് കിട്ടുമെന്ന് സംശയിക്കണം. തീർച്ചയായും കിട്ടും. അതനുസരിച്ച് ജീവിക്കാൻ നിങ്ങളും കൂടെ തയ്യാറാകണം. അങ്ങനെ നിങ്ങൾ ഒന്നിച്ച് നിങ്ങളുടെ ഇഷ്ടങ്ങളും ഒന്നിച്ച് ജീവിക്കാൻ, ഒന്നിച്ച് യാത്ര ചെയ്യാൻ, ഒന്നിച്ച് സ്വപ്നങ്ങൾ കാണാൻ, ഒന്നിച്ചൊരു കുടുംബത്തെ വളർത്താൻ, ഒന്നിച്ച് മക്കളെയും കുടുംബങ്ങളെയും വളർത്താൻ, ഒന്നിച്ചൊരു കുടുംബമായി തീരാൻ ഇന്ന് നിങ്ങളൊരു ശ്രമം ആരംഭിക്കുകയാണ്. ആ ശ്രമത്തിൽ സഭ നിങ്ങളുടെ ഒപ്പമുണ്ട്. അതിനേക്കാൾ അപ്പുറം ദൈവം അപ്പുറമുണ്ട്. കാരണം നമുക്ക് എല്ലാവർക്കും ഒരു കോൺഫിഡൻസ് ഉണ്ട്. പക്ഷേ ജിയോയെ സംബന്ധിച്ച് ജിയോയ്ക്ക് എനിക്ക് ഷാലുവിനെ കുറച്ച് നാളുകളായിട്ടൊക്കെ അറിയാം, ഷാലുവിൻ്റെ ഇഷ്ടങ്ങൾ അറിയാമെന്ന് കരുതുന്നുണ്ട്, ഷാലുവിൻ്റെ ബുദ്ധിമുട്ടുകൾ അറിയാം, സ്ഥിതി സാഹചര്യങ്ങൾ അറിയാം. ഇതുതന്നെ ഷാലുവിനും അറിയാം. എനിക്ക് ജിയോയെ സംബന്ധിച്ച് ഇത്രയൊക്കെ അറിയാം. നമുക്ക് എല്ലാവർക്കും ഒരു ധാരണയുണ്ട്, എനിക്ക് എന്നെ കൊണ്ട് ഇത് പറ്റും എന്ന് തോന്നുന്നുണ്ട്. പക്ഷെ നമ്മുടെ കഴിവിൽ ആശ്രയിച്ച് നമ്മളിൽ തന്നെ പറ്റുമെന്ന് ചിന്തിച്ച് പോയാൽ ഈ കലപ്പയിലുള്ള ഈ മൺപാത്രം തകർന്നു പോകും. നമ്മുടെ കുടുംബങ്ങളെ കൊള്ളൊഴിച്ചു. മറിച്ച് ദൈവമേ എനിക്ക് എത്രയൊക്കെ അറിയാവുന്നതിൽ അറിവുകൾക്ക് പരിമിതമുണ്ട്. ഷാലുവിനെ സംബന്ധിച്ച് ഷാലുവിൻ്റെ മാതാപിതാക്കൾക്ക് അറിയാവുന്ന പോലെ, സുഹൃത്തുക്കൾക്ക് അറിയുന്ന പോലെ എന്നെക്കാളും അപ്പുറം ഒരു ഷാലുവുണ്ട്. ഒരു ഷാലുവിനെ മാത്രം അറിയാവുന്ന, അല്ലെങ്കിൽ ദൈവത്തിന് മാത്രം അറിയാവുന്ന ഒരു ഷാലു. അതുപോലെ തന്നെ ജിയോയുമുണ്ട്. ജിയോയുടെ സുഹൃത്തുക്കൾക്കോ ജിയോയുടെ അപ്പനോ അമ്മയ്ക്കോ സഹോദരിക്കോ കുടുംബങ്ങൾക്കൊക്കെ അറിയാവുന്നതിനപ്പുറം ഒരു മിസ്റ്റീരിയസ് ഒരു ജിയോയുണ്ട്, ഒരു ഷാലുവുണ്ട്. അവരെ മനസ്സിലാക്കാൻ, അവരോട് ഒന്നിച്ചു പോകാൻ ഇന്ന് നിങ്ങൾ ആരംഭിക്കുമ്പോൾ ദൈവം നിങ്ങൾക്ക് അതിനുള്ള കൃപ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രണ്ടാമതായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു ധാരണ തിരുത്തുകയാണ്. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ, അല്ലെങ്കിൽ നമ്മളെപ്പോഴും കരുതുന്നവരാണ്, ഒരു കോയിൻസിഡൻസ് എന്നൊരു വാക്കില്ല. ക്രിസ്തീയ വിശ്വാസ ജീവിതത്തിൽ അല്ലെങ്കിൽ ദൈവത്തിൽ അടിയുറച്ച് കോയിൻസിഡൻസ് എന്ന് പറഞ്ഞാൽ എങ്ങനെ, അതിൻ്റെ മലയാളം എന്ന് പറഞ്ഞാൽ അവിചാരിതമായി സംഭവിക്കുന്നതൊന്നുമില്ല.
എല്ലാം ദൈവം അനാദിയിലെ തീരുമാനിച്ചുറപ്പിച്ചാണ്. ഇന്ന് അല്ലെങ്കിൽ ഈ വിവാഹത്തോടെടുക്കുമ്പോൾ ഒരു പക്ഷേ ജിയോയ്ക്ക് ഇതിനു മുൻപ് ഒരുപാട് പേരെ പരിചയം, ഒരുപാട് സുഹൃത്തുക്കളോ പെണ്ണ് സുഹൃത്തുക്കളോ പരിചയം കാണും. നല്ല ഒരു ഷാലുവിനേക്കാൾ സൗന്ദര്യമുള്ള, കുടുംബമഹിമയുള്ള, ശമ്പളമുള്ള, ജോലിയുള്ള ഒരുപാട് സ്ത്രീകളെ ജിയോയ്ക്ക് പരിചയം കാണും. ഷാലുവിനെ സംബന്ധിച്ചു ജിയോയെക്കാളും നല്ല മിടുക്കനായ, ജോലിയുള്ള, കുടുംബമഹിമയുള്ള ഒരുപാട് പേരെ പരിചയം കാണും. എന്തുകൊണ്ട് ഷാലുവിനെ ജിയോയ്ക്ക് ഷാലുവിനെ നിശ്ചയിച്ചെന്നുള്ളത് നിങ്ങളെ ഒന്നിപ്പിച്ചത് ഒരു മാട്രിമോണി സൈറ്റുമല്ല, ഒരു ബ്രോക്കറുമല്ല, ഒരു കുടുംബക്കാരുമല്ല, മറിച്ച് ദൈവമാണ്. അനാദിയിലെ ദൈവം തൻ്റെ ഒരുക്കിയ പദ്ധതിയിൽ ജിയോയും ഷാലുവും ഇന്ന് ഈ ഏപ്രിൽ മാസം 26-ാം തീയതി ഈ കലയന്താനി ഇടവക ദേവാലയത്തിൽ വെച്ച് ഒന്നിച്ചു കൂടണമെന്നുള്ളതായിരുന്നു ദൈവിക പദ്ധതി. ആ ദൈവിക പദ്ധതിയോട് നിങ്ങൾ സഹകരിച്ചതിനെ ഓർത്ത്, അതിനെ സാഹചര്യങ്ങൾ ഒരുക്കി തന്നതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുക. അതോടൊപ്പം തന്നെ ആ പദ്ധതി അനുസരിച്ച് ജീവിക്കാൻ നിങ്ങൾ ഇന്നു മുതൽ തയ്യാറാകുക. അപ്പോൾ അവസാനമായിട്ട് ഞാൻ വീണ്ടും നിങ്ങളെ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ കൂടിയിരിക്കുന്നവരോട് കൂടി അവസാനമായിട്ട് ഇത്രയും നേരം ജിയോയോട് ഷാലുവിനോട് പറഞ്ഞു, കൂടിയിരിക്കുന്നവരോട് പറയാനുള്ളതാണ്. ഇന്നിവിടെ നിങ്ങൾ ഈ ദേവാലയത്തിൽ കൂടിയിരിക്കുമ്പോൾ നിങ്ങളിൽ പലരും ഇത്രയും നേരം കൊണ്ട്, ഇപ്പോൾ ഏകദേശം 11:30 അല്ല ആ സമയമായി, 12 മണിയാകുന്നു, നിങ്ങൾ കൂടുതൽ പേര് പ്രത്യേകിച്ച് കുടുംബാംഗങ്ങൾ പ്രാർത്ഥിച്ചിട്ടുള്ളത് എന്താ? ദൈവമേ, ഇന്ന് നല്ലൊരു കാലാവസ്ഥ നടക്കണേ, ഇന്ന് വന്നിട്ടുള്ളവരെല്ലാം കൃത്യസ്ഥലത്ത് സമയത്ത് അപകടമൊന്നും കൂടാതെ ഇവിടെ എത്തണേ, നല്ല രീതിയിൽ ഭക്ഷണമൊക്കെ തികയണേ, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന പല ദൈവം മേക്കപ്പൊന്നും പൊളിഞ്ഞു പോകരുതേ, വലിയ ചൂടൊന്നും ആകരുത്. പലരും നിങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥനകളുണ്ട്. എന്നാൽ ഇന്ന് ഈ കുർബാനയിൽ, നിങ്ങൾ ഈ ദേവാലയത്തിൽ ഇന്ന് ഈ അർപ്പിക്കുമ്പോൾ നിങ്ങൾ ഇതൊന്നുമല്ല പ്രാർത്ഥിക്കേണ്ടത്. പ്രത്യേകം ജിയോയും ഷാലുവും പോലും ദൈവമേ ഫോട്ടോഗ്രാഫർക്ക് നല്ല ഇഷ്ടം, നല്ലൊരു പോസ്റ്റ് ഇടാൻ പറ്റിയൊരു ഫോട്ടോ കിട്ടണം, അതൊന്നുമല്ല. കുറച്ച് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ജിയോയും ഷാലുവും ഇന്ന് ആരംഭിക്കുന്ന ഈ കുടുംബജീവിതം മരണം വരെ വിശ്വസ്തരായി ജീവിക്കാനും സന്തോഷത്തോടെ ജീവിക്കാനും, സന്തോഷം മാത്രമല്ല ദുഃഖങ്ങളിലും സന്തോഷത്തോടെ ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ കൂടിയിരിക്കുന്നവർ പ്രാർത്ഥിക്കണം. കാരണം നമ്മളെ ഈ കുടുംബത്തിൽ, ഈ തിരുക്കർമ്മത്തിലേക്ക് നമ്മളെല്ലാവരും ക്ഷണിക്കപ്പെട്ടവരാണ്. അപ്പം നമ്മൾ ഭക്ഷണം തികയുന്നുണ്ടോന്നോ, ക്ലൈമറ്റ് കിട്ടണമെന്നോ, ഫോട്ടോ കിട്ടണമെന്നോ അതൊന്നുമല്ല. അതൊക്കെ ഭൗതിക, ഇതൊന്നും ഇല്ലെങ്കിലും വിവാഹം നടന്നുള്ളൂ. മറിച്ച് ഈ ചെറുക്കനും ഈ പെണ്ണും ഈ യുവതിയും ഈ യുവാവും ഇന്നിവിടെ ആരംഭിക്കുന്ന ഒന്ന് ജീവിതം സന്തോഷത്തോടെ ജീവിക്കാനുള്ളൊരു കൃപയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. അപ്പോൾ അതുകൊണ്ട് അവസാനമായിട്ട് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും നാമത്തിൽ, പ്രത്യേകിച്ച് വൈദികരുടെ, ബന്ധുമിത്രാദികളുടെ, ഇടങ്ങളുടെ നാമത്തിൽ നിങ്ങൾക്ക് നല്ലൊരു കുടുംബജീവിതം ആശംസിക്കുന്നു. സന്തോഷം ഉണ്ടായാലും ദുഃഖം ഉണ്ടായാലും. ഷാലുവിനെ നീ നോക്കത്തില്ലേ? ജിയോ നോക്കണം, ജിയോയെ നോക്കത്തില്ലേ? ഷാലു നോക്കണം. ആ ഒരു ഉറപ്പ് മതി. അത് നമ്മൾ കുറച്ചുകൂടെ ആധികാരികമായിട്ട് അല്ലെങ്കിൽ ഔപചാരികമായിട്ട് പറയാൻ പോകുന്നേ ഉള്ളൂ. ആ സന്തോഷം എന്നുള്ള നിങ്ങളുടെ സന്തോഷം മരണം വരെ ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.